കരിമ്പും മഞ്ഞളുമാണ് സുന്ദരരാമന്റെ പുരയിടത്തെ പ്രധാന കൃഷികൾ. കരിമ്പ് കൃഷി തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വ്യവസായത്തിന്റെ സ്രോതസ്സാണ്. ഈറോഡ് ജില്ലയിൽ ഈ സ്ഥാനം അലങ്കരിക്കുന്നത് മഞ്ഞളാണ് താനും. നെല്ലും ചോളവും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മഞ്ഞൾ തന്നെ. 60 മുതൽ 65 ടൺ വരെയാണ് ഒരു ഏക്കറിൽ നിന്നും കരിമ്പിന് വിളവ് കിട്ടുന്നത്. 1 ടണ്ണിന് 1000 രൂപയാണ് വില. കൃഷി ഇറക്കിയ 2 ഏക്കറിൽ നിന്ന് ആകെ കിട്ടുന്നത് കുറഞ്ഞത് 1,20,000 രൂപയാണ്. പണിക്കൂലിയും മറ്റു ചെലവുകളും എഴുതി തള്ളിയാൽ 2 ഏക്കറിൽ നിന്ന് കുറഞ്ഞത് 50,000 രൂപ ലാഭം കിട്ടും. 10 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന മഞ്ഞളിൽ നിന്നും പ്രതിവർഷം 50,000 രൂപ ലഭിക്കുന്നുണ്ട്. 25,000 രൂപ മുതൽ 30,000 വരെയാണ് വാഴ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന അറ്റാദായം. 200 തെങ്ങുകളുള്ള 1 ഏക്കർ തോട്ടത്തിൽ നിന്ന് 40,000 രൂപയും ലഭിക്കുന്നു. കുടുംബത്തിന്റെ ആവശ്യത്തിനുള്ള അരി സ്വന്തം പാടത്ത് തന്നെ കൃഷി ചെയ്തു പോരുന്നു. വിളവിൽ കൂടുതലുള്ള അരി പണിക്കാർക്ക് തന്നെ സബ്സിഡി നിരക്കിൽ വിൽക്കുന്നു. പച്ചക്കറികൾ അതിർ കൃഷികളായി ചെയ്യുന്നതിനാൽ അവയും ഏറ്റവും ഫ്രഷായി ലഭിക്കും. പുറത്തുനിന്ന് ഒരു സാധനവും ഈ കർഷകൻ വാങ്ങാറില്ല. തൊടിയിൽ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരും തൊഴുത്തിൽ അരുമ പശുക്കളുമുണ്ടെങ്കിൽ ഭക്ഷണം തേടി പിന്നെന്തിനു പുറത്തു പോകണം? ഇതിനൊക്കെ പുറമെ സുന്ദരരാമന്റെ കൃഷിയിടത്തിലെ മരങ്ങളും വിശേഷപ്പെട്ടവ തന്നെ. മഹാഗണി, മലവേമ്പ് തുടങ്ങിയ മരങ്ങൾ ഇവിടെ ധാരാളമായി വളരുന്നു. നമ്മുടെ സുപരിചിതനായ അപ്പ എന്ന ജട്രോഫായും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. ജട്രോഫായിൽ നിന്നും ഓർഗാനിക് ഡീസൽ ഉണ്ടാക്കുവാൻ കഴിയുമെന്ന കണ്ടുപിടുത്തം മലയാളി മറന്നു കാണില്ല. വിദേശത്തു നിന്നും ഒഴുകിയെത്തുന്ന വില കൂടിയ ഇന്ധനങ്ങൾക്ക് പകരം നിൽക്കുവാൻ അപ്പയിൽ നിന്നെടുക്കുന്ന ഈ ജൈവ ഡീസലിന് സാധിക്കുമെന്ന അറിവാണ് വ്യാപകമായി ജട്രോഫ നടുവാൻ സുന്ദരരാമന് പ്രചോദനമായത്. അക്കാദമിക് പഠനങ്ങളുടെ പിന്നണിയൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും സ്വന്തം റിസർച്ചുകളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഏതൊരു കാർഷിക ശാസ്ത്രജ്ഞനെയും കടത്തിവെട്ടുന്നു. ഓർഗാനിക് ഫാമിങ്ങിന് അങ്ങേയറ്റം പിൻബലം നൽകുന്ന ഈ കർഷകൻ പക്ഷേ രാസകൃഷിരീതിയെ വിമർശിക്കുന്നില്ല. തൻ്റെ പരിചയങ്ങളിലോ പരിശീലനങ്ങളിൽ നിന്നോ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ജൈവ കീടനാശിനികളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഹരിതഭാരതത്തിന് താൽപ്പര്യമുണ്ടായിരുന്നു. അപ്പോഴേക്കും തിരക്കുകൾ ആളിൻ്റെയും ഫോണിൻ്റെയും രൂപത്തിൽ അദ്ദേഹത്തെ മൂടിക്കഴിഞ്ഞു. നാളെ രാവിലെ ഇനിയും കാണാമെന്ന വാക്കുറപ്പിൽ ഒരു താൽക്കാലിക പിൻവാങ്ങൽ. അധ്വാനിക്കുന്ന കർഷകരുടെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഹരിതഭാരതത്തിന്റെ അശ്വമേധം അവിഘ്നം തുടരുകയാണ്.